വലിയൊരു ഉത്തമമായിട്ടുള്ളൊരു ഐഡിയ വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയോടൊപ്പം നിൽക്കുന്നത് എൻ്റെ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് റെസ്പോൺസ് അതുകൊണ്ടാണ്. കാരണം 5 വർഷം നല്ലോണം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജനങ്ങളുടെ ഇടയിൽ നിൽക്കണമെന്നാണ്. അതിനൊരു മാർഗമായിട്ടാണ് സിവിൽ സർവീസിനെ കണ്ടിരുന്നത്. യുവാക്കളല്ലേ മുന്നോട്ട് വരേണ്ടത്. ആ ഒരു ആശയത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളം ഒരു വലിയ തെരഞ്ഞെടുപ്പ് ചൂടിലാണുള്ളത്. ഈ സമയത്ത് കൊച്ചി കോർപ്പറേഷൻ 11ാം ഡിവിഷൻ, അതായത് കൊച്ചി സൗത്തിലാണ് ഈ 11ാം ഡിവിഷൻ ഉള്ളത്. ഇവിടെയുള്ള സ്ഥാനാർത്ഥിക്ക് ചില പ്രത്യേകതകളുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് ഇവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി ഐശ്വര്യ. അതുപോലെ തന്നെ ഈ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട് സിവിൽ സർവീസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഐശ്വര്യയോട് BJP സ്ഥാനാർത്ഥിയാവാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ ആ ചുമതല കണ്ണും പൂട്ടി ഏറ്റെടുത്തിരിക്കുകയായിരുന്നു ഐശ്വര്യ. നമുക്ക് തന്നെ ഐശ്വര്യയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാം. ഐശ്വര്യ, നമസ്കാരം. എന്തൊക്കെയാണ് ഈ ഒരു വാർഡുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട പ്രചരണം കഴിയുമ്പോൾ മനസ്സിലാവുന്നത്? 2ാം ഘട്ട പ്രചരണം കഴിയുമ്പോൾ നമ്മുടെ 2 റൗണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരും പോസിറ്റീവ് റെസ്പോൺസ് ആണ് കിട്ടുന്നത്. എല്ലാവരും നമ്മൾക്ക് പോസിറ്റീവായിട്ട് നമ്മൾ BJP തന്നെ പിന്നെയും വരണം എന്ന്, ഈ ഡിവിഷനിൽ പിന്നെയും, ഇത് BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അപ്പൊ 2ാമതും ഒരു ടേമും കൂടി BJP വരണം എന്നുള്ള ആഗ്രഹത്തിലും ആകാംക്ഷയിലുമാണ്. അല്ല, ഈ പത്മജ എസ് മേനോനെ പോലുള്ള ഒരു പ്രഗത്ഭയായിട്ടുള്ള ആൾ ഇവിടുത്തെ കൗൺസിലറായിരുന്നു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പുറകിൽ കാണുന്ന ഗ്രൗണ്ട് പോലും കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള സഹായങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ച ഇതാണ്. പ്രത്യേകിച്ച് കോർപ്പറേഷന്റെ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വികസനങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് BJPക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു മുതൽക്കൂട്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും മുതൽക്കൂട്ടാവും. ഈ ഹോക്കി ടർഫ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് വന്നിരിക്കുന്നതാണ്. നമ്മുടെ ഈ ടേമിൽ, ഈ കഴിഞ്ഞ 5 വർഷത്തെ ഈ ടേമിൽ ഉണ്ടാക്കിയതാണ്. അതുപോലെ നമ്മൾ ഒരുപാട് CSR ഫണ്ടുകൾ ഉപയോഗിച്ച് അടൽ ബിഹാരി വാജ്പേയി ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കാരിക്കാമുറിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ആ ഡിവിഷൻ ആകെ മൊത്തം നമ്മൾ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് റെസ്പോൺസ് അതുകൊണ്ടാണ്. കാരണം 5 വർഷം നല്ലോണം നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പം ഈ പറയുന്നത് പോലെ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. ആ സമയത്താണ് പാർട്ടി ഇത്തരത്തിൽ ചുമതല ഏൽപ്പിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് തോന്നുന്നത്? അതായത് ഈ സിവിൽ സർവീസിന് വേണ്ടി പോകുന്ന അതിൻ്റെതായ പരിജ്ഞാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതിന്റെ കൂടെയാണ് ഇതും കൂടെ വരുന്നത്. വലിയൊരു ഉത്തരവാദിത്തമായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ആഗ്രഹിച്ചിരുന്നത് ജനങ്ങളുടെ ഇടയിൽ നിൽക്കണമെന്നാണ്. അതിനൊരു മാർഗമായിട്ടാണ് സിവിൽ സർവീസിനെ കണ്ടിരുന്നത്. അപ്പോൾ ഇതും അതിലേക്ക് തന്നെയുള്ള മാർഗമാണ്. അപ്പൊ അതിനൊരു വ്യത്യാസം, ഒരു ലെവലിന്റെ വ്യത്യാസം എന്നുള്ളേ ഉള്ളൂ. എനിക്കൊന്ന് കൂടുതൽ ഓൺ ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇതിലേക്കായിരിക്കും നമുക്ക്. അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. ആൻഡ് ആ ഒരു പ്രിപ്പറേഷൻ, ഇതിൽ എനിക്ക് കിട്ടിയ അനുഭവം ഇതിലെനിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു പഠിത്തത്തിന്റെ നോളജ് എനിക്കിതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ് ഭാരതം, ലോകരാജ്യങ്ങളിൽ. യുവാക്കളല്ലേ മുന്നോട്ട് വരേണ്ടത്. ആ ഒരു ആശയത്തിൽ ദൃഢമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് വന്നത്. ആൻഡ് പാർട്ടിയോട് അനുഭവം എപ്പോഴും ഉണ്ടായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നു. എൻ്റെ അച്ഛൻ്റെ സഹോദരിയായിരുന്നു കഴിഞ്ഞ ടേം ആദ്യമായിട്ട് ഈ ഡിവിഷൻ BJPക്കായിട്ട് വാങ്ങിച്ചു തന്നത്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഷിപ്പാസ് ഡവേ. അതിനുശേഷം ബൈ ഇലക്ഷൻസിലാണ് പത്മ ചേച്ചി വന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷമേ ഉള്ളൂ. എൻ്റെ ഈ പാർട്ടിയുടെ ഒപ്പം നമുക്ക് പാർട്ടിയുടെ മോട്ടോ എന്നുള്ളത് നേഷൻ ഫസ്റ്റ് സെൽഫ് ലാസ്റ്റ് എന്നുള്ളതാണ്. അങ്ങനെ ഇത്രയും വലിയൊരു ഉത്തമമായിട്ടുള്ളൊരു ഐഡിയ വെച്ച് പുലർത്തുന്ന ഒരു പാർട്ടിയോടൊപ്പം നിൽക്കുന്നത് എൻ്റെ സൗഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും. ഒരു കാര്യം കൂടെ, അതായത് ഈ 21 വയസ്സ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കേരളത്തിൽ എല്ലാ പാർട്ടികളും പറയുന്നത് ഇപ്പം ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള, അതായത് പുതിയ ചെറുപ്പക്കാർ വരട്ടെ, അവർ വരുമ്പോൾ കുറച്ചുകൂടി കൃത്യമായി കാര്യങ്ങൾ എത്തും, ആളുകളിലേക്ക് പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ കഴിയും, അവരുടെ ഊർജ്ജസ്വലതയുണ്ട്. അപ്പോൾ 21 വയസ്സിൽ ഈ പറയുന്ന പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിലൊരു അഭിമാനം തോന്നില്ലേ? തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നുണ്ട്. ആൻഡ് റെസ്പോൺസിബിലിറ്റി തോന്നുന്നുണ്ട്. നമുക്ക് ഏജിനെ കുറിച്ച് പറയുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനീസ് ക്യാമ്പസ് പ്ലേസ്മെന്റ് എടുക്കുമല്ലോ. നമ്മളത് യുവാക്കളെയാണ് എടുക്കുക. നമ്മൾ എന്തുകൊണ്ട് യുവാക്കളെ എടുക്കുന്നത്? അവർക്ക് എനർജി കൂടുതലുണ്ട്. നാച്ചുറലി തന്നെ ദേ ആർ മോർ എനർജറ്റിക്. അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള, ഓടി നടന്ന് കാര്യങ്ങൾ ശരിയായി ചെയ്യാനുള്ള പ്രാപ്തിയും ആ ഒരു ശക്തിയുണ്ട്. അതുകൊണ്ടാണ് അവർ കാര്യങ്ങൾ നടത്താൻ, അങ്ങനെയുള്ള എനർജിയുള്ള ആൾക്കാരാണ് ഇതിലേക്ക് വരേണ്ടത് എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അപ്പം ഈ ഒരുപക്ഷെ ഇവിടെ എന്തായാലും വിജയം 2 ടേമായിട്ട് ഇവിടെ BJP തന്നെയാണ്. അപ്പോൾ വിജയം സുനിശ്ചിതമാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഒരു കൗൺസിലറായി വരുമ്പോൾ എന്തൊക്കെയാണ് ഇവിടത്തേക്ക് വേണ്ടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഡിവിഷനിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള കാര്യം എന്നുള്ള വെള്ളക്കെട്ടാണ് എറണാകുളത്തെ. അത് നമുക്കറിയാവുന്നത്. മുല്ലശ്ശേരി കനാലുണ്ട്. അതിന്റെ
പണി നടക്കുന്നുണ്ട്, അതിപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. അത് പൂർത്തിയാക്കണം, എന്നാലേ വെള്ളക്കെട്ടിനൊരു ശമനം ഉണ്ടാവുകയുള്ളൂ. അതിന് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മൾ ഒരു പമ്പ് വെച്ച് അതിനെ പുഷ് ഔട്ട് ചെയ്യാണ് വാട്ടർ. അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം, ഒരു പെർമനന്റ് സൊല്യൂഷൻ ഉണ്ടാക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ നമ്മൾ എറണാകുളം എന്ന് പറഞ്ഞാൽ ഈ സ്ക്രേപ്പേഴ്സ് ആയിട്ടുള്ള ബിൽഡിങ്സ് മാത്രമല്ല, ഒരുപാട് കോളനികളുണ്ട്. ആ കോളനികളിൽ വീടുകളുടെ പ്രശ്നമുണ്ട്, ഇലക്ട്രിസിറ്റിയുടെ പ്രശ്നങ്ങളുണ്ട്, ഇലക്ട്രിക് ബോർഡുകൾ ശോചനീയാവസ്ഥയിലാണ്. അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കുറേ CSR ഫണ്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. കേന്ദ്ര ഫണ്ടുകൾ കൊണ്ടുവരാം. കേന്ദ്രത്തിന്റെ ഫണ്ടുകളും ഈവൻ സ്റ്റേറ്റ് ഫണ്ടുകളും എല്ലാം ജനങ്ങളിലേക്ക്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇത്രയും സാമ്പത്തിക പുരോഗതി ഉണ്ടായി നമ്മൾ പറയുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ലൈനിൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ആൾക്ക് പോലും ആ ആളുടെ ജീവിതത്തിന്റെ നിലവാരം കൂടെ ഉയരണം. അതാണ്. അതിലേക്ക് ഒരു കൗൺസിലർ എന്ന രീതിയിൽ കൗൺസിലറിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതിനെ നമുക്ക് എഫക്ട് ചെയ്യാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതൊക്കെ തന്നെയാണ് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നത്. മൊത്തത്തിൽ ആളുകൾ കാണുമ്പോൾ എന്താ ആൾക്കാരുടെ ഒരു അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല അഭിപ്രായമാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നു വരണമെന്ന്. ആൻഡ് നമ്മൾ എന്തായാലും ഈ സീറ്റ് റീറ്റെയിൻ ചെയ്തിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തീർച്ചയായും. അപ്പൊ എല്ലാവിധ ആശംസകളും. എന്തായാലും സ്ഥാനാർത്ഥി ചെറുപ്പമാണ്, സ്മാർട്ടാണ്, വലിയ വിജയം ഇവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഐശ്വര്യ.